നമസ്കാരം. നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന സോളാർ പാനലിന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത്. അതും വളരെ ചെറിയ തുക കൊടുത്താൽ മതി. 200 രൂപയോ 300 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇൻഷുറൻസ് എടുത്താലുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സോളാർ പാനലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരികയാണെങ്കിൽ നമുക്കത് മാറ്റുന്നതിനുള്ള എത്ര രൂപയാണോ മാർക്കറ്റിൽ അത് പുതിയതായിട്ട് മാറ്റുന്നതിന് എത്ര രൂപ വേണം, ആ ഫുൾ എമൗണ്ട് നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നോർമലി നമ്മളെല്ലാവരും ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത്. കാരണം നമുക്കിപ്പോൾ സബ്സിഡി ത്രൂ എല്ലാം നമ്മൾ സോളാർ പാനൽ വെക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്പനി 5 കൊല്ലം വാറണ്ടി തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻവേർട്ടറിന് മിക്ക ഇൻവേർട്ടറുകൾക്കും 6 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലമൊക്കെ വാറണ്ടി ഉണ്ട്. പാനലുകൾക്ക് 25 കൊല്ലമൊക്കെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഉള്ള അവസ്ഥയിൽ എന്തിനാണ് ഇനി വേറെ ഇൻഷുറൻസ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങിക്കുകയാണ്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ മേടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഏതെങ്കിലും നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് മൂലമോ അല്ലെങ്കിൽ ഒരു ലൈറ്റ്നിങ് മൂലമോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം മൂലം അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും രീതിയിൽ ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും കമ്പനികൾ ഇൻഷുറൻസ് തരുമോ? തരില്ല. കാരണം നമുക്കറിയാം എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഏതൊരു ഇലക്ട്രോണിക്സ് കമ്പനികളും അല്ലെങ്കിൽ ഏത് കമ്പനിയാണെങ്കിലും നമുക്ക് വാറണ്ടി തരികയുള്ളൂ. അപ്പോൾ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ സോളാർ പാനലിൻ്റെ കാര്യത്തിൽ. എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ സംഭവിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ വാറണ്ടിയിൽ നമുക്ക് വരികയുള്ളൂ. അല്ലാണ്ട് നമുക്ക് നമ്മുടെ സോളാർ പാനലിൽ എന്തെങ്കിലും അയൽപ്പക്കത്ത് നിന്ന് ഒരു പട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിൻ്റെ കൊമ്പോ മഴക്കാലത്ത് വന്ന് വീഴുകയാണ്, അതല്ലെങ്കിൽ വലിയൊരു ലൈറ്റ്നിങ് എന്തെങ്കിലും വരുന്ന സമയത്ത് ഇതെന്തെങ്കിലും കത്തിപ്പോവുക, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കും. കാരണം നമുക്കറിയാം നമ്മുടെ സോളാർ പാനൽ ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ സോളാർ പാനൽ സംബന്ധിച്ചിടത്തോളം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം ഒരു ഹെവി ലൈറ്റ്നിങ് വേണമെങ്കിൽ വരാം, അതല്ലെങ്കിൽ ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ പ്രളയം, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമുക്കൊരു മരത്തിൻ്റെ കൊമ്പ് വന്ന് വീഴുക മഴക്കാലത്ത്, അല്ലേ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ മിക്ക ആളുകളുടെയും സോളാർ പാനൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തുക കൊടുത്ത് അത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി, ഇപ്പോൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ഉണ്ട്, ഇവിടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു ഏജന്റുമായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റിൽ ഇവിടെ മിസലേനിയസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൗസ് ഹോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫയർ കാറ്റഗറിയിലാണ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സോളാർ പാനൽ മാത്രം നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, നമ്മുടെ വീടും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുക. അതായത് നമ്മുടെ വീട് ആദ്യം ഇൻഷുറൻസ് ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ സോളാർ പാനൽ, നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന മറ്റു ഉപകരണങ്ങൾ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫയർ കാറ്റഗറിയിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫയർ കാറ്റഗറിയിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് തീപിടുത്തം മൂലം എന്തെങ്കിലും സംഭവിക്കുക, ലൈറ്റ്നിങ് മൂലം എന്തെങ്കിലും സംഭവിക്കുക, അതുപോലെ തന്നെ ഗ്യാസ് മൂലമുള്ള എക്സ്പ്ലോഷൻ, ബേസ്റ്റിംഗ് ആൻഡ് ഓവർഫ്ലോയിങ് ഓഫ് വാട്ടർ ടാങ്ക്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി അറിയാൻ പറ്റും എന്തൊക്കെയുള്ളത്. അതേപോലെ തന്നെ റൈറ്റ് സ്ട്രൈക്ക് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിൻ്റെ, അതുപോലെ എർത്ത് കേക്ക് നടക്കുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുമ്പോൾ ഒക്കെ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ സെക്ഷൻ 2 നോക്കിയാൽ നമുക്ക് ബർഗ്ലറി ആൻഡ് ഹൗസ് ബ്രേക്കിംഗ്, അതായത് നമ്മൾ കള്ളന്മാർ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ വീട് ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ രീതിയിൽ സംഭവിക്കുന്ന ഇതിനും നമുക്ക് ഈ ഒരു സേഫ്റ്റിയാണ്, നമുക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ അങ്ങനെ ജ്വല്ലറിക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഓരോന്നോരോന്ന് നോക്കി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് വളരെ ചെറിയൊരു തുകയ്ക്ക് നമുക്ക് ഇതേപോലെ നമ്മുടെ വീടും അനുബന്ധ ഉപകരണങ്ങളും നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റ് പരിചയമുണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടുക, അതല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഇൻഷുറൻസ് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതേപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം സേഫ് ആയിട്ട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്തിടുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.